ഇത് വാങ്ങാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഏതെങ്കിലും വിധത്തിൽ ഈ കുടുംബത്തെ ഉപദ്രവിക്കാമെന്ന് നളിനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇത്രയും കാലം ചിലപ്പോൾ നളിനി നല്ലൊരു എതിരാളിയെ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ എൻ്റെ നിത്യമോൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയ നളിനി പിന്നെ എനിക്കൊരു പ്രശ്നമല്ല. ഒന്നുകിൽ ഇപ്പം ഇറങ്ങാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ ആട്ടിച്ചിറക്കും നിന്നെ. ഇതോടെ നളിനിയുടെ കടം വീട്ടി. പക്ഷേ അച്ഛനും മോള് രക്ഷപ്പെട്ടു ഇവിടെ ആരും കരുതണ്ട. ഇങ്ങനൊരു കല്യാണം ഒരിക്കലും നടക്കില്ല. നളിനി ഒന്ന് നിന്നേ. ഞാനും നളിനിയും അമ്മമാരാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വന്തം മോനെ നളിനി വളർത്തുന്നത് ലാഭക്കണക്ക് നോക്കിയാണ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് സ്നേഹത്തിൻ്റെ കണക്ക് നോക്കിയാണ്. തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നളിനി വല്ലാതെ ബുദ്ധിമുട്ടും. എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മകൻ നിത്യവിവാഹം കഴിച്ചിരിക്കും. തടയാൻ തീരുമാനിച്ചാൽ പിന്നെ നളിനി ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോ ഞാനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അതാ വിളിച്ചത്. എടോ, നല്ല രസമുണ്ടല്ലോ. കൊച്ചുമുതലാളിക്ക് മാത്രമല്ല സെൽഫ് ഡിസൈനിങ്. അല്ല, ഇതൊക്കെ തന്റെ പ്ലാനാണോ? അതെ. മനസ്സിൽ കവിതയുള്ളവർക്ക് ഇങ്ങനൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ. തന്നെ പോലെ തന്നെ. താങ്ക് യു. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരിക്കൽ എല്ലാവരും അതിശയത്തോടെ നോക്കുന്ന ഒരു സെലിബ്രിറ്റി ആയി താൻ മാറും. അത് ഷുവറാ. അതിനൊക്കെ ബാക്കപ്പ് ചെയ്യാൻ ആള് വേണം. ഞാൻ മതിയോ? എന്നെ കൊണ്ടാവുന്ന ഒക്കെ ഞാൻ ചെയ്യാം. വെറുതെ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കല്ലേ, ഞാനങ്ങ് പൊങ്ങിപ്പോവും. താൻ പറഞ്ഞോ, എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കൂടെയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അധികം ഉറക്കെ സംസാരിക്കില്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്തേക്ക് പോവാം. മുത്തശ്ശി ഉണർന്ന 100 ചോദ്യങ്ങളാവും. എന്നാ ഓക്കെ, വാ. ഇരിക്ക്, ഞാനിപ്പോ വരാമേ. ഓക്കെ. കുടിക്ക്. ഈ ദൈവത്തിന്റെ ചില കുസൃതികളുണ്ട്. ചില കാര്യങ്ങളൊക്കെ മനോഹരമാക്കി കളയും, കണ്ണെടുക്കാൻ തോന്നാത്ത വിധം. പ്രശംസ കേൾക്കാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുള്ളൂ. ആര് പറഞ്ഞു? അതിപ്രധാനമായ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ ചിലപ്പോൾ തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരും. കാണാൻ വൈകി, പക്ഷേ കളയാൻ വയ്യ. അയ്യോ ഹരിയേട്ട, കണ്ട കുഴപ്പവും. ഇവിടെ നിക്ക്. എടോ വണ്ടി. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിക്ക്. ആരുടെയാ ആ കാറ്? അത് ധർമ്മൻ മാഷിന്റെ വീട്ടിലേക്ക് ഒരു ഫാമിലി വന്നതാ. അവിടെ കാറ് കേറില്ലല്ലോ. അമ്മാവൻ വന്നില്ലേ? ഇല്ല, അച്ഛൻ വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു.
എന്താ അത്? ഞാൻ നോക്കാം ഹരിയേട്ടാ. എന്തൊരു ശബ്ദം കേട്ടെ? അറിയില്ല, ഞാൻ കേട്ടില്ല. ഇത് വീണതാ ഹരിയേട്ടാ. ആ. ഞാനൊന്ന് പഞ്ചായത്ത് ഓഫീസറെ പോയിട്ട് വരാം. ആ. ഉം. ഓ എന്റെ അമ്മേ, പെട്ടൂന്ന് കരുതിയതാ. വേഗം ഇറങ്ങ്. എടോ, ഞാൻ വിളിക്കാം, ഇറങ്ങ്. ചെല്ല്. കൊടുങ്കാറ്റും പേമാരി ഒഴിഞ്ഞു പോയതുപോലെ അല്ല സദാനന്ദേട്ടാ? നല്ലയുടെ കാര്യം അങ്ങനെ അവസാനിച്ചു. പക്ഷെ എനിക്കിപ്പോഴും ഇനി എന്താ സദാനന്ദേട്ടാ ഇത്ര ആലോചിക്കാനുള്ളത്? ഇത്രയും നല്ലൊരു കുടുംബം, ഒരു ദേവതയെ പോലെ നിങ്ങളുടെ മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ, പരമയോഗ്യനായ ഒരു മകൻ. അത് ദൈവം കൊണ്ടുവന്ന ഭാഗ്യമാണെന്ന് ചിന്തിക്കല്ലേ വേണ്ടത്. അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ പരസ്പരം കടക്കാരാകേണ്ട ആവശ്യമില്ല. ആദ്യമായി കണ്ട നിമിഷം തന്നെ അങ്ങയുടെ മകളോട് എനിക്കൊരു അടുപ്പം തോന്നിയതാ. ഓരോ ദിവസം കഴിയുന്തോറും ദൈവം വിളിച്ച് അടുപ്പിച്ചതുപോലെ കൂടിക്കൂടി വന്നു ഇവിടം വരെ എത്തി. ഇനി നമ്മൾ ഒരു കുടുംബമാണ്. മോളെ, നീ ഭാഗ്യവതിയാ. അല്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ നിന്നെ തേടി വരില്ല. മോളെ, ഇനി വാ, അമ്മയുടെ അടുത്തിരിക്കെ. ചേച്ചി, അമ്പലത്തിൽ വെച്ച് ചേച്ചിയെ കണ്ട നിമിഷം മുതൽ അമ്മയുടെ വായന ചേച്ചിയെ കുറിച്ചുള്ള പുകഴ്ത്തലുകളല്ലാതെ മറ്റൊന്നുമില്ല. എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയോ? അതില്ല. ആ, നീ നല്ല കാര്യങ്ങൾ ചെയ്യ്, അപ്പൊ നിന്നെ കുറിച്ചും പറയും. ഒരിക്കൽ ഞങ്ങൾ ഇവിടെ വന്നതാ. മഴയിട്ട് എന്റെ മോളെ സ്വീകരിക്കാൻ വരെ ഞാൻ ഒരുങ്ങിയതാ. അന്നത് മുടങ്ങിപ്പോയി. ഇപ്പോ അങ്ങയുടെ അനുവാദത്തോടെ എനിക്ക് എന്റെ മോളെ സ്വീകരിക്കാം. ഇനിയിപ്പോ ഞാനെന്ത് പറയാന്? അപ്പോ പിന്നെ സദാനന്ദേട്ടന്റെ അനുമതിയായി. എന്നാ പിന്നെ ആ ചടങ്ങ് അങ്ങ് നടന്നോട്ടെ. ഈ നിമിഷം മുതൽ നീ എന്റെ മകളാ. രഘുവേട്ടന്റെ ലീവ് ശരിയായാൽ ഉടൻ തന്നെ വരും. പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇനി എനിക്ക് ഒരുപാട് കാത്തിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒന്ന് പറയൂ സദാനന്ദേട്ടാ. എല്ലാം ദൈവത്തിന്റെ നിശ്ചയാന്നാ ഞാൻ കരുതുന്നത്.
പുണ്യം ചെയ്തിട്ടുണ്ട് എൻ്റെ മോള്. അയ്യ സന്തോഷം താനേ. എന്താ ഇവന്റെ ഒരു കാര്യം, സന്തോഷം വന്ന അപ്പ ബഹളം ഉണ്ടാക്കും. ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇങ്ങനെയാണോ? നാളെ എൻ്റെ വീട്ടിലൊരു സർപ്പക്കളം നടക്കുന്നുണ്ട്. സുജാതയ്ക്കും കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു സർപ്പദോഷത്തിന്റെ കാര്യം സംസാരിച്ചപ്പോ ക്ഷേത്രത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു സർപ്പക്കളത്തിന്റെ കാര്യം. നാളെയല്ലേ? അതെ. ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വരാൻ പറ്റും. ഞാനിതുവരെ സർപ്പക്കളം കണ്ടിട്ടില്ല. അത് കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല, സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നില്ലെങ്കിൽ അമ്മ പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. മനസ്സിലായി. ഇത് ദോഷം തീർക്കാനുള്ള മാർഗമൊന്നും അല്ല. നിത്യ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അല്ലേടാ? ഏട്ടൻ ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതായി. അല്ല, നളിനിയുടെ മോൻ ഇവിടെ നിന്നിരുന്നത് പോലെ നിന്നെ ഞാൻ ഇവിടെ നിർത്തി പോകേണ്ടി വരുമോ? അവന്റെ ഒരു നാണം കണ്ടോ? പാവമാണ് എന്റെ മകൻ. ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. അവന്റെ ജോലി കഴിഞ്ഞാൽ അവൻ വീടിനകത്ത് തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് ഉറപ്പാ, ഒരു സങ്കടം എന്റെ കുട്ടിക്കുണ്ടാവില്ല. ஐயா സർപ്പക്കളത്തേക്ക് പോണത് അന്ത പൊണ്ണെ പാക്കറതൊക്കെ തന്നെ. അമ്മ വളയിട്ടാലും വിവാഹം ഉറപ്പിച്ചാലും കെട്ടേണ്ടത് ഞാനാ. അവളുടെ സ്വഭാവം പരിപൂർണമായി അറിയാതെ ഞാനത് ചെയ്യില്ല. എന്ന സ്വഭാവം? നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് അറിയില്ല. ഇവളുമാര് ചിരിച്ചുകൊണ്ട് പറ്റിക്കും, കരഞ്ഞുകൊണ്ട് കള്ളം പറയും. എന്റെ ജീവിതത്തിലേക്ക് ഒരുത്തി വരണമെങ്കിൽ അവൾ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. നാളെ നീ നോക്കിക്കോ, അവളുടെ തനി സ്വഭാവം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്തായത് പോലീസൊക്കെ? നീ വാ, നമുക്ക് നോക്കാം. കോളേജ് പൂട്ടിയിരിക്കുക. എന്തു പറ്റി സാറേ? വിദ്യാർത്ഥി സംഘർഷം. പിള്ളേര് തമ്മിൽ തല്ലി കുറെ എണ്ണം ആശുപത്രി കിടക്കുക. കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുക. സ്റ്റാഫൊക്കെ അകത്തുണ്ടോ? അകത്ത് ആരുമില്ല. കഷ്ടായി പോയല്ലോടാ. എന്ത് ചെയ്യാന്, ഇവിടെ വന്ന ആളെ കണ്ടുപിടിക്കാന്ന് കരുതിയതുകൊണ്ട് അമ്പലത്തിൽ വിശദമായിട്ട് അന്വേഷിക്കാതിരുന്നത്. അത് മണ്ടത്തരമായിപ്പോയി. നമുക്ക് അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? എടാ, ഇപ്പൊ അവരൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഇത് വല്ലാത്ത കഷ്ടായി പോയല്ലോ. ഒരു ശബ്ദം നിന്നെ കൊതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുക. കണ്ടെത്താൻ ചെല്ലുമ്പോൾ തൊട്ടു മുന്നിൽ അങ്ങ് മിസ്സാവോ? ആ, അതാണ് മധുര നൊമ്പരക്കാറ്റ്. ചില നേരത്ത് അതങ്ങനെ വീശി അടിക്കും. അതിന് തൊട്ടു പുറകെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഒരു ഇലയനക്കം പോലും ഉണ്ടാവില്ല. ആ കാറ്റ് ഇനിയും വന്നോളൂ. നീ വാ. എടാ, നീ ഇപ്പോ പറഞ്ഞ കാറ്റിന്റെ പേരെന്താ? അത് മധുര നൊമ്പരക്കാറ്റ്. ഇതെന്താ ഇവനെ കാണിക്കുന്നു? അയ്യോ, നിനക്കൊന്ന് പതുക്കെ തിന്നൂടേടാ. ഞാൻ കാരണോ? അതെ, അമ്മ കാരണം തന്നെ. ഞാൻ നിത്യനെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അമ്മ എന്നെ ഓടിച്ചില്ലേ?
അപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നി. ആ വിഷമം എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമം തിന്നു തീർക്കണവനെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. ഇവൻ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ കഴുതൻ. അമ്മയ്ക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. എന്നിട്ട് അമ്മ വിചാരിച്ചിട്ട് വല്ലതും നടന്നോ? അവര് കല്യാണ നിശ്ചയം നടത്തും, കല്യാണവും നടത്തും. അമ്മയെ കൊണ്ട് ഇനി ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അമ്മ തോറ്റു തൊപ്പിയിട്ടു. നീ ഇരുന്ന് പദം പറഞ്ഞ് കരയുന്നതേ നിനക്ക് ഉശിരില്ലാത്തോണ്ടാ. കേട്ടോടാ, നളിനിയെ തോപ്പിച്ചതിന്റെ പേരില് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നിനക്ക് ചേരണോടാ? വേണോന്ന്? കിട്ടാനുള്ള കാശ് നളിനിക്ക് കിട്ടി. കടം വീട്ടിന്നാ അച്ഛനും മോളും വിചാരിച്ചിരിക്കുന്നേ. പക്ഷെ നളിനിയുടെ കടം അങ്ങനെ അവര് വിടൂല. കൊല്ലേണ്ടി വന്ന കൊല്ലും ഞാൻ. എന്നാലും മനസ്സമാധാനം കൊടുക്കൂല അച്ഛനും മോൾക്കും. കൊല്ലോ? ഏയ്, കൊല്ലൊന്നുമില്ല. എന്നാലും അമ്മ ആയതുകൊണ്ട്. അന്ന് ഞാൻ പോന്നിട്ട് പിന്നെ വല്ല കുഴപ്പമുണ്ടായോ? ഏയ് ഇല്ല. പക്ഷേ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് കേട്ടോ. എന്തിന്? സത്യത്തിൽ നമ്മള് ശ്രേയോട് ചെയ്യുന്നത് തെറ്റല്ലേ? നിങ്ങൾ തമ്മിലുള്ള കാര്യമൊക്കെ ഇത്രയും മുമ്പോട്ട് പോയിട്ട്. ലീവ് ഇറ്റ് വീണ. ശ്രേയ ഞാൻ പെണ്ണ് കാണാൻ പോയതാ. എങ്കിലും ഇപ്പൊ പോലും അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആറ്റിറ്റ്യൂഡ്സും എല്ലാം എനിക്കറിയാം. പരസ്പരം പൂർണ്ണമായി അറിയുന്നിടത്തല്ലേ നല്ലൊരു റിലേഷൻ തുടങ്ങുന്നത്. പക്ഷെ വിപിൻ, ഇതെനിക്ക് വിട്ടേക്കൂ. തന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. എത്ര പെട്ടെന്നല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. എനിക്കിപ്പോ ഒരു നിമിഷം പോലും വിപിനിൽ നിന്നും മനസ്സ് മാറുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ. എന്റെ മനസ്സ് മുഴുവൻ താൻ കട്ടെടുത്തു കഴിഞ്ഞു. വീണേ, ഒന്നിങ്ങോട്ട് വന്നേ മോളെ. വീണേ, ഞാനിപ്പോ വരാവേ. മുത്തശ്ശി ഇല്ലെങ്കിൽ വാ പൂട്ടില്ല. വീണേ, ഈ തള്ളിക്ക് വേറെ ഒരു പണിയുമില്ലേ? വീണേ, ദാ വരുന്നു. ഞാൻ എടുത്തോളാം. വിപിന കൂടെ പഠിച്ചതാ. മോളെ, മോളെ, അച്ഛനിത് എങ്ങോട്ടാ? ഇനിയിപ്പ അങ്ങനെ അടങ്ങി ഒതുങ്ങി വീടിനകത്തിരിക്കാൻ പറ്റുമോ? നിശ്ചയാകാറായി. അത് കഴിഞ്ഞാ കല്യാണം. കാര്യങ്ങളൊക്കെ ഒരു ധാരണയാക്കണ്ടേ മോളെ? എന്ത് കാര്യങ്ങള്? നിന്നെ കൊണ്ടുപോകുന്നതേ വലിയ വീട്ടിലേക്കാ. പക്ഷെ പോകുന്നൊട്ടും മോശാകരുതല്ലോ. ചില കാര്യങ്ങളൊക്കെ അച്ഛൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് കാണണം. പിന്നെ മനസ്സിനല്പം സന്തോഷമുള്ളപ്പോഴല്ലേ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കാണാനും സന്തോഷിക്കാനും സുഖം. അച്ഛനിങ്ങനെ സന്തോഷത്തോടെ കാണാൻ എന്ത് രസമാ. ഒരു ഗ്രഹണം ബാധിച്ചിട്ട് അതിനൊന്ന് പുറത്തു വന്നതല്ലേ, അതിന്റെ ഒരു സന്തോഷം കാണാണ്ടിരിക്കുവോ? സത്യം പറയാലോ, ഇത്രയും ദിവസം സൂര്യൻ ഉദിച്ചാല് അതിന് വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇങ്ങോട്ട് മാറി. അമ്മായി അങ്ങനെ വെറുതെ ഇരിക്കൊന്നുമില്ല. എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ ഒപ്പിക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താ അത് നളിനിയുടെ വിധി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ മോളെ, ഇന്ന് ആ പ്രസിഡന്റിന്റെ വീട്ടിലെ സർപ്പക്കളം. അച്ഛൻ പോയി വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അതിന് സമയമുണ്ടല്ലോ. ഞാൻ വന്നാൽ ഉടനെ ഇറങ്ങാന്ന് പറഞ്ഞതാ. മോള് കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്തെങ്കിലും വാങ്ങാണ്ടോ പുറത്തുനിന്ന്? ഇപ്പൊ ഒന്നും എനിക്ക് വേണ്ടച്ചാ. ആ എന്നാ ആയിക്കോട്ടെ.
അടയ്ക്കാൻ പറ്റുകയില്ലോ. ആ മോനെ, അമ്മ പോരുന്നുണ്ടോ സർപ്പക്കളത്തിന്? ഞാൻ കുറെ നിർബന്ധിച്ചു, ഒരു രക്ഷയില്ല. ഒരർത്ഥത്തിൽ മുത്തശ്ശി പറയുന്നതിൽ കാര്യമുണ്ട്. ഒരിക്കൽ തെളിഞ്ഞു കണ്ടിരുന്ന കാഴ്ചകൾ മങ്ങി തുടങ്ങുമ്പോൾ ചിലർ പൊരുത്തപ്പെടും, ചിലർക്കത് പറ്റില്ല. ഉത്സവമോ സർപ്പക്കളമോ അതുപോലുള്ള എന്ത് ചടങ്ങ് നാട്ടിലുണ്ടായാലും അവിടെ ആദ്യം എത്തുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും അമ്മ. വെറും കാഴ്ചക്കാരിയായിട്ടല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായമായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് അമ്മാവ, മുത്തശ്ശിയുടെ കൈപിടിച്ച് ഞാനും ഒരുപാട് പോയിട്ടുള്ളതല്ലേ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? നമുക്കിപ്പോ ഇറങ്ങണ്ടേ? അമ്മാവനും വീണേ റെഡിയായിക്കോ. ഞാന് ആ നടേശൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. പച്ചക്കറിയുടെ കാശൊന്ന് വാങ്ങണേ. അത് മോനെ, നമ്മള് പോകുമ്പോ മേടിച്ചാ പോരെ? അമ്മാവ സമയത്ത് പിടിച്ചു വാങ്ങിച്ചാ വാങ്ങിച്ചു, അല്ലെങ്കിൽ അയാൾ മുങ്ങിക്കളയും. ഞാൻ ദേ വരുന്നു. ഓ